ലഹരിക്കെതിരെ സ്കൂൾ വിദ്യാർത്ഥികളെ ഉൾപ്പെടുത്തി ശക്തമായ പോരാട്ടം നടത്തുമെന്ന് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ജോർജ് എബ്രഹാം പറഞ്ഞു. സീനിയർ ചേംബർ ഇന്റർനാഷണൽ മല്ലപ്പള്ളി ലീജിയൻ ഭാരവാഹികളുടെ സ്ഥാനാരോഹണവും കുടുംബസംഗമവും ഉദ്ഘാടനം ചെയ്ത് സംസാരിച്ചപ്പോഴാണ് അദ്ദേഹം ഇക്കാര്യം പറഞ്ഞത്. ലഹരിക്കെതിരെയുള്ള പോരാട്ടം ശക്തമാക്കുന്നതിന്റെ ഭാഗമായി 9-10 ക്ലാസുകളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികളുടെ മാതാപിതാക്കൾക്ക് രക്ഷകർത്തത്തിൽ വിദഗ്ധ പരിശീലനം നൽകുമെന്ന് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ജോർജ് എബ്രഹാം. ഇതിനായി തിരുവല്ല, പത്തനംതിട്ട വിദ്യാഭ്യാസ ജില്ലകൾ കേന്ദ്രീകരിച്ച് രക്ഷകർത്താക്കളുടെ യോഗം വിളിച്ചു ചേർക്കും. സീനിയർ ചേംബർ പോലെ അനുഭവ സമ്പത്തുള്ള സന്നദ്ധ സംഘടനകളുടെ സഹായത്തോടെ പദ്ധതി നടപ്പാക്കും. അദ്ദേഹം പറഞ്ഞു. സീനിയർ ചേംബർ ഇന്റർനാഷണൽ മല്ലപ്പള്ളി ലീജിയൻ ഭാരവാഹികളുടെ സ്ഥാനാരോഹണവും കുടുംബസംഗമവും ഉദ്ഘാടനം ചെയ്ത് പ്രസംഗിക്കുകയായിരുന്നു അദ്ദേഹം. ഇന്ന് മയക്കുമരുന്നിൻ്റെ അടിമയാളായി നമ്മുടെ യുവതലമുറയും വിദ്യാർത്ഥികളും മാറിക്കഴിഞ്ഞു. ഇനി കതിരിക്കൊണ്ട് വളം വെച്ചിട്ട് വലിയ കഥയില്ല. നമുക്കറിയാം, ഒരു +2 കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എത്ര നോക്കിയാലും ഒരു വ്യക്തിയെ മാറ്റിയെടുക്കുവാൻ, അവൻ്റെ ജീവിത നിലവാരം മാറ്റാൻ വളരെ പ്രയാസമാണ്. ഞങ്ങൾ ജില്ലാ പഞ്ചായത്ത് അതിനെക്കുറിച്ച് കാര്യമായി ഇപ്പം നമ്മുടെ ഗവൺമെൻറ് വളരെ സജീവമായി രംഗത്തിറങ്ങുകയാണ്. കളിക്കളമാണ് ലഹരി, അങ്ങനെയുള്ള മുദ്രാവാക്യങ്ങൾ വെച്ച് രാഷ്ട്രീയ പാർട്ടികൾ, പ്രസ്ഥാനങ്ങൾ എല്ലാവരും ഇപ്പം നമ്മൾ ഇറങ്ങുക. പക്ഷെ നമ്മൾ ഒരു കുട്ടി ഇതിന് അടിമപ്പെട്ട് കഴിഞ്ഞിട്ട് പിന്നെ ട്രീറ്റ് ചെയ്യുന്നതിൻ്റെ 4/1 അല്ലെങ്കിൽ ഒട്ടുമേ പ്രയാസമില്ല അവൻ ഇതിന് അടിമപ്പെടാതിരിക്കാൻ. അപ്പം ഞങ്ങൾ ഇതിനെക്കുറിച്ച് ആലോചിച്ചപ്പോൾ വളരെ വിദഗ്ധമായ കുറച്ച് ആൾക്കാരെ, അധ്യാപക രംഗത്ത് പ്രവർത്തിക്കുന്ന കുറച്ച് ആൾക്കാരെ ഞങ്ങൾ വിളിച്ച് ഒരു ചർച്ച നടത്തി. എന്താണ് ഒരു ജില്ലാ പഞ്ചായത്ത് എന്നുള്ള കാര്യം ജില്ലാ പഞ്ചായത്തായിട്ട് നമുക്ക് പത്തനംതിട്ട ജില്ലയിൽ ചെയ്യാൻ ഒക്കുന്നത്. അപ്പം ഞങ്ങൾ മനസ്സിലാക്കിയത്, ഈ ലഹരിക്ക് അടിമപ്പെട്ടവരെ നോക്കാൻ എക്സൈസ് ഉണ്ട്, പോലീസുണ്ട്, സന്നദ്ധ സംഘടനകളുണ്ട്, അല്ലെ അവർ അഡിക്റ്റ് ആകുകയാണെങ്കിൽ അവരെ കൊണ്ടുപോകാനുള്ള മറ്റ് സ്ഥാപനങ്ങളുണ്ട്. അവരിൽ പ്രവർത്തിച്ചിട്ട് വലിയ കഥയില്ല. +1ഉം +2ഉം ഞങ്ങളങ്ങ് വിട്ടു. 8, 9, 10 പഠിക്കുന്ന കുട്ടികളെ ഞങ്ങൾ എടുക്കുന്നേയില്ല. നമ്മൾ ഈ ലഹരിക്ക് അടിമപ്പെട്ട ഈ ചെറുപ്പക്കാരെ, യൂത്ത്സിനെ കുറിച്ച് നമ്മൾ പഠിച്ചാൽ നല്ല പങ്ക് ആൾക്കാർ അവരുടെ വീട്ടിലെ അവരുടെ പേരൻസിൻ്റെ മിസ്റ്റേക്ക് കൊണ്ടാണ് ഈ ലെവലിലോട്ട് പോകുന്നത്. അഡ്വക്കേറ്റ് ഷാജി ജോർജ് അധ്യക്ഷത വഹിച്ചു. ദേശീയ ഉപാധ്യക്ഷൻ അഡ്വക്കേറ്റ് ബോബൻ ടി തെക്കേൽ മുഖ്യപ്രഭാഷണം നടത്തി. സാധാരണക്കാർക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു പ്രസ്ഥാനമാണ് സീനിയർ ചേംബർ ഇന്റർനാഷണൽ. അതിൻ്റെ വിവിധങ്ങളായ പ്രവർത്തനങ്ങളെ പറ്റിയും പദ്ധതികളെ പറ്റിയും ഒക്കെ നിങ്ങൾക്ക് കൃത്യമായ അറിവുള്ളതാണ്. ഇവിടെ വരുമ്പോൾ എനിക്കറിയാം, കൂടുതലും വനിതകളിരിപ്പുണ്ട്. ഒരു ക്ലബിൻ്റെ വിജയം എന്ന് പറയുന്നത് അവിടെ കുടുംബമായിട്ട് ഒന്നിച്ചു പോയെങ്കിൽ മാത്രമേ കൂടുതൽ എൻജോയ്മെൻറ്റും പ്രവർത്തനങ്ങളും നടത്താൻ സാധിക്കുകയുള്ളൂ. പ്രത്യേകിച്ച് ഞങ്ങളുടെ ക്ലബ്ബ്, ചങ്ങനാശ്ശേരി ക്ലബ്ബിൽ എന്ന് പറഞ്ഞാൽ വനിതകളാണ് കൂടുതൽ സജീവമായി നിൽക്കുന്നത്. നിങ്ങൾക്കിവിടെ സീനിയർ വിങ് ഉണ്ട് എന്നാണ് വിചാരിക്കുന്നത്. അതില്ല എങ്കിൽ ഉടൻ തന്നെ ഒരു സീനിയർ വിങ് സ്റ്റാർട്ട് ചെയ്യണം. അത് ശക്തമായി പ്രവർത്തിച്ചു കഴിഞ്ഞാൽ ഈ സീനിയർ ചേംബറിനോട് ഒപ്പം തന്നെ നമുക്ക് പ്രവർത്തിക്കാൻ സാധിക്കും. സെബാൻ കെ ജോർജ്, പ്രൊഫസർ ജേക്കബ് എം എബ്രഹാം, തോമസ് ജോർജ്, റജീസ് സാമുവൽ, ഷാജി പാറൽ, ബിജു പുറത്തുടൻ, ഇ.ഡി. തോമസ് ഊട്ടി, ആൻഡിച്ചൻ കെ ജോർജ്, അന്ന ഷിബു, നോയൽ റേച്ചൽ എബ്രഹാം എന്നിവർ പ്രസംഗിച്ചു. പുതിയ പ്രസിഡന്റായി സെബാൻ കെ ജോർജ് ചുമതലയേറ്റു. Thank you.